മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്പണിങ്ങും ബെറ്റർ സെൻറ്റിമെൻ്റ് ആണ്. ഏഷ്യയിലെ ജാപ്പനീസ്, ചൈനീസ്, സൗത്ത് കൊറിയൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഹോങ്കോങ് മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കയിലെ ഡൗ ജോൺസ് റസൽ 2000 ഇൻഡെക്സുകൾ ബെറ്റർ ആയിരുന്നു. അതേസമയം S&P 500, നാസ്ഡാക്ക് ഇൻഡെക്സുകൾ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. ടെക്നോളജി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആമസോൺ, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും ഇന്നലെ നോർമൽ ട്രേഡിംഗ് അവേഴ്സിൽ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ആമസോൺ മാത്രമാണ് ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ മൈക്രോണിൻ്റെ കഴിഞ്ഞ ക്വാർട്ടർ റിസൾട്ടിന് ശേഷം അതുപോലെ തന്നെ ബെറ്റർ ഗെയിനിന് ശേഷം മൈക്രോൺ ആഫ്റ്റർ അവേഴ്സിൽ അറൗണ്ട് 16% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് സാൻഡിസ്ക്, അതുപോലെ തന്നെ സീഗേറ്റ് ടെക്നോളജീസ്, വെസ്റ്റേൺ ഡിജിറ്റൽ, കോൾകോമിൻ്റെ ഒരു ഗൈഡൻസ് വന്നിരുന്നുള്ളൂ ഇൻവെസ്റ്റർ കോൺഫറൻസിൽ. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ അറൗണ്ട് 10 to 16% ബെറ്റർ ആയിട്ടാണ് ആഫ്റ്റർ അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് ഏഷ്യയിൽ SK ഹൈനിക്സ്, അതുപോലെ തന്നെ ജപ്പാനിൽ കിയോക്സിയ ഹോൾഡിങ്സും അറൗണ്ട് 10% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. SK ഹൈനിക്സ് ജൂലൈ 10 അവരുടെ ADRകൾ അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്യുകയാണ്. ഒരുപക്ഷെ സൗദി ആരാംകോയുടെ ടോട്ടൽ IPO ഫിഗറിനേക്കാളും കൂടുതൽ കളക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോഴത്തെ ഫണ്ടമെൻ്റൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും SK ഹൈനിക്സ് ട്രേഡ് ചെയ്യുന്നത് 7.5 പ്രൈസ് ഏർണിംഗ് റേഷ്യോയിലാണ്. സാംസങ് ട്രേഡ് ചെയ്യുന്നത് 6.7 പ്രൈസ് ഏർണിംഗ് റേഷ്യോയിലാണ്. അതേസമയം തൈവനീസ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനി ട്രേഡ് ചെയ്യുന്നത് 21 PE ഫോർവേഡ് PEയിലാണ് ട്രേഡ് ചെയ്യുന്നത്. മൈക്രോൺ ട്രേഡ് ചെയ്യുന്ന അറൗണ്ട് 9.5 ഫോർവേഡ് PEയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും SK ഹൈനിക്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് SK ഹൈനിക്സ് സ്റ്റോക്ക് പ്രൈസിലൊക്കെയുണ്ട്. ADRകൾ അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പക്ഷേ വീണ്ടും ഈ സ്റ്റോക്ക് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ജപ്പാൻ ഹൗസ് ഹോൾഡ്സിൻ്റെ ക്യാഷ് ഹോൾഡിങ്സ് 7.1% ഇൻക്രീസ് ചെയ്തുകൊണ്ട് 14.7 ട്രില്യൺ US$ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ക്യാഷ് ആയിട്ട് അവർ ഹോൾഡ് ചെയ്യുന്നത് മോർ ദാൻ 7 ട്രില്യൺ US$ ആണ്. ഇത് സെക്കൻഡ് ഹയസ്റ്റ് ആണ് ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ ജാപ്പനീസ് സെൻട്രൽ ബാങ്ക് പറഞ്ഞിരിക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലുണ്ടായിട്ടുള്ള വർധനവിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് എല്ലാം തന്നെ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എക്സ്പോർട്സിൽ കൂടെ ജപ്പാൻ പരിഹരിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. തീർച്ചയായിട്ടും ജപ്പാനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കഴിഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് മീറ്റിങ്ങിൽ ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിരുന്നു. അടുത്ത മീറ്റിങ്ങുകളിലും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇതാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന അദ്വൈത് ജുവൽസ് സെക്കൻഡ് ഡേ 44.37 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. CMS ടെക്നോളജീസ് ഇന്നലെ IPO ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഓപ്പൺ ചെയ്യാനിരുന്ന NSE SME IPO IC ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഒപ്പം മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ, ഒഡീസ ഗവൺമെൻറ് ആയിട്ടുള്ളൊരു ടൈപ്പ് വന്നിട്ടുണ്ട്. അവരുടെ സബ്സിഡിയറി 1 ഗിഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഗ്രീൻ എനർജി പ്രൊജക്റ്റുകൾ ആരംഭിക്കുകയാണ് ഒഡീസയിലെ. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് QIP പ്ലാൻ ചെയ്തിരുന്നു. അതിന് ഫ്ലോർ പ്രൈസ് 613.69 രൂപ പെർ ഷെയർ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇന്ന് SMEയിലത്തെ ലിസ്റ്റിംഗ് ഉണ്ട്. ഏവിയൻസ് ബയോമെഡിക്കൽസ് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നൊരു സ്റ്റോക്കായിരുന്നു. തീർച്ചയായിട്ടും നല്ല ലിസ്റ്റിംഗ് കഴിഞ്ഞോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എംബസി ഡെവലപ്മെൻറ്റ്സ് ലിമിറ്റഡ് UPയിലേക്കും കൂടി എൻട്രി ചെയ്തിരിക്കുകയാണ്. UP ഗവൺമെൻറ് ആയിട്ട് ടൈപ്പിലെത്തിയിട്ടുണ്ട്. 1500 കോടി രൂപ വർത്ത് പ്രൊജക്റ്റിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും EMBDLനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ജൂബിലന്റ് ഫാർമാനോവ അവരുടെ സബ്സിഡിയറിയിൽ മേലുള്ള ഇൻകം ടാക്സ് ഡിമാൻഡ് 108 കോടിയിൽ നിന്ന് 42 കോടിയായിട്ട് കുറച്ചിട്ടുണ്ട്. പോസിറ്റീവാണ്. ഒപ്പം നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിരുന്ന സ്ട്രോങ് പിക്കായിട്ടുള്ള ഡെക്കാൻ ഗോൾഡിൻ്റെ പുതിയ അല്ലെങ്കിൽ 10 വർഷം മുമ്പ് അവർക്ക് അലോക്കേഷൻ കിട്ടിയിരുന്ന ആന്ധ്രാപ്രദേശിലെ ജൊണഗിരി ഗോൾഡ് പ്രൊജക്റ്റ് കർണൂലിലാണ്. ആന്ധ്രാപ്രദേശിലെ അതിൻ്റെ കമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. പക്ഷേ ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റിൽ ഓൾറെഡി സ്റ്റോക്ക് നല്ല രീതിയിൽ അപ്രീസിയേഷൻ നേടിയിരുന്നു. ഫർദർ അപ്രീസിയേഷൻ ന്യൂസ് ഫ്ലോസിനനുസരിച്ചായിരിക്കാം.
റൈമണ്ട് ലിമിറ്റഡ്, റൈമണ്ടിൽ ഇപ്പോൾ ഓട്ടോമൊബൈലും ഡിഫൻസും മാത്രമേ ഉള്ളൂ. റൈമണ്ട് ലിമിറ്റഡ് ഒരു പക്ഷേ ഒരു ജർമ്മൻ കമ്പനീനെ അക്വയർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, പക്ഷെ അവർ ഡിനൈ ചെയ്തിട്ടുണ്ട്. അതേസമയം ഒരു ക്ലോസും കൂടി വെച്ചിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൽ. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ ഒരു മെർജർ ആൻഡ് അക്വിസിഷൻ അനൗൺസ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. റൈമണ്ട് ലിമിറ്റഡ് ഒരു പക്ഷേ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. BASFൻ്റെ ഡീമർജർ അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഷെയർ ഹോൾഡേഴ്സ്. അഗ്രി സൊല്യൂഷൻസ് ബിസിനസ്സാണ് ഡീമർജ് ചെയ്ത് മാറ്റുന്നത്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ട് ന്യൂസുകളെന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന 2 കമ്മോഡിറ്റികളാണ് ഗോൾഡും അതുപോലെ തന്നെ ക്രൂഡ് ഓയിലും. ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ആരംഭിക്കുന്നതിന് മുമ്പത്തുള്ള ലെവലിലേക്ക് താന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവാണ്. ഒപ്പം ഗോൾഡ് പ്രൈസ് 7 മന്ത് ലോയിലേക്ക് താന്നിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് 2 ന്യൂസുകളും പോസിറ്റീവാണ്. ഒപ്പം നമ്മുടെ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പോഡ്കാസ്റ്റുകളിൽ സൂചിപ്പിച്ച പോലെ ഈ ധനകാര്യ വർഷത്തെ Q1 ക്വാർട്ടർ, അതായത് ക്വാർട്ടർ 1ൻ്റെ അവസാനത്തെ മാസമാണ് ജൂൺ മാസം. സാധാരണ രീതിയിൽ ജൂൺ എൻഡോട് കൂടിയിട്ട് മാർക്കറ്റ് റിക്കവർ ചെയ്യാറാണ് പതിവ്. അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കാണുന്നത്. ഇന്ന് നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മളെ സംബന്ധിച്ച് മുന്നിലുള്ള റോഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് മൺസൂൺ ഡെഫിസിറ്റ് ആണ്. പക്ഷേ മറ്റു ഫാക്ടേഴ്സ് എല്ലാം തന്നെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതേസമയം ഗോൾഡ്, സിൽവർ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറാണ് ഈ 2 കമ്മോഡിറ്റികളിലും കണ്ടിട്ടുള്ളത്. ഗോൾഡ് വീണ്ടും താഴെയാണെന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നു. $3976 പെർ ഔൺസിനാണ്. സിൽവർ $56.7 പെർ ഔൺസിനാണ് സിൽവറും ട്രേഡ് ചെയ്യുന്നു. മറ്റെല്ലാ കമ്മോഡിറ്റികളും താഴെയാണ്. അപ്പോൾ പൊതുവെ ഈ ന്യൂസുകളെല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റിനും മറ്റു മാർക്കറ്റുകൾക്കും പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ബയാസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. അതേസമയം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നല്ല പ്രോഫിറ്റിലിരിക്കുന്ന പൊസിഷൻസിലൊക്കെ നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്ന ഒരു കാര്യം നന്നായിരിക്കും. അപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നമ്മൾ സബ്സ്ക്രിപ്ഷൻ മോഡലിൽ കൂടിയും സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്കുകൾ വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സ് നല്ല പ്രോഫിറ്റ് ലഭിക്കുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.